മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഗ്രിൽഡ് ഫിഷാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എടുത്തേക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേരി എന്ന് പറയുന്ന ഒരു ഫിഷാണ് എടുത്തേക്കുന്നത്. ഇനി ഫിഷിൽ പുരട്ടാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്. ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് ആക്കണം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ കടുക്, ഒരു ഫുൾ ലെമണാണ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചേക്കുന്നത്. നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം. ഇപ്പം ഫിഷിനുള്ളിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതൊരു അലുമിനിയം ഫോയിലും വെച്ച് നന്നായിട്ടൊന്ന് പൊതിയുവാണ്. കാരണം ഇതിൽ നിന്ന് മസാല ഒന്നും ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നത്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കവറും കൂടെ കൊണ്ടൊന്ന് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് ഒട്ടും വെള്ളമൊന്നും പുറത്തേക്കൊന്നും ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം എടുത്തിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ദേ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം. മീനിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മുടെ മീൻ ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഫിഷിനെ ഇതേപോലൊരു ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കാം. ഇത് ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് നമ്മുടെ കനലിലേക്ക് നമ്മുടെ മീൻ എടുത്ത് വെച്ച് നന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ചാർക്കോളൊക്കെ ഇപ്പം നല്ല കനലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് എടുത്ത് ഇതിൽ വെച്ച് നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മൾ മീറ്റൊക്കെ എങ്ങനെയാണോ ഗ്രില്ല് ചെയ്യണത് അതേപോലെ തന്നെയാണ് ഫിഷും ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഇടയ്ക്ക് ഫിഷിൽ നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മുടെ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.